ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു, 2003-2004 ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് വിഭാഗത്തിൽ ഈ പരിക്കുണ്ടാകുമ്പോൾ എല്ല് പൊട്ടുമ്പോൾ കമ്പി ഇടുമല്ലോ, ഒരു കമ്പി പോലും വാങ്ങിച്ചിട്ടില്ല. പല തരത്തിൽ പല ഷേപ്പിലാണ് ഓരോ ഒടിവിനുള്ള കമ്പി. ഒരു കമ്പി പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാങ്ങിച്ചിട്ടില്ല. ഇത് മുഴുവൻ രോഗികളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇനി കമ്പി മാത്രമല്ല, ഈ സർജറി സർജറി ചെയ്യുമ്പോൾ അതിന് കൂടെ വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ സാധനങ്ങൾ ഇതേ കമ്പി വാങ്ങിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടും. ഇത് ചില വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ആണെങ്കിൽ അവർ തന്നെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഈ സർജറി നടത്തും. എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കും, ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അവിടെ കടയിൽ വിൽക്കാൻ വെക്കും. ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. ഗതികേട് കൊണ്ട് ചെയ്തു എന്ന് പറയരുത്, ഇതെല്ലാവർക്കും അറിയാം. ഇത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെയോ ഇതിന് തൊട്ട് മുമ്പത്തെ ആരോഗ്യമന്ത്രിയുടെയോ അതിനു മുമ്പത്തെ ആരോഗ്യമന്ത്രിയുടെ മാത്രം കാലത്തെ കാര്യമല്ല. ഇങ്ങനെ ഒരു സിസ്റ്റം 10-15 വർഷമെങ്കിലുമായി കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല. ഞാൻ ഇന്ന് കുറച്ച് ഡോക്ടർമാരെ വിളിക്കുകയായിരുന്നു. ഓർത്തോപീഡിക്, ന്യൂറോളജി, യൂറോളജി, കാർഡിയോതൊറാസിക്, പ്ലാസ്റ്റിക് സർജറി, ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പുറത്തുനിന്ന് രോഗി വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെയാണ് നടക്കുന്നത്.